വി ജോയ്, വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ഈ ഭരണം നിലനിർത്തുക എന്നുള്ള വലിയ ഒരു വെല്ലുവിളി മുന്നിലുണ്ടല്ലോ. ഭരണ നേട്ടങ്ങൾ വിവരിക്കുമ്പോൾ പോലും പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ സംഘർഷാത്മകമായിട്ടുള്ള നിലയിൽ വലിയ തോതിൽ പ്രക്ഷുബ്ധമായിരുന്ന ഒരു കാലഘട്ടത്തിനാണ് ഇപ്പോൾ അവസാനമാകുന്നത്. ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതി എന്നൊക്കെ ഉയർത്തിക്കാട്ടുമ്പോഴും അവിടെ മാലിന്യം കൂട്ടം കൂടി കിടക്കുന്നു, തെരുവുനായ ശല്യം, കുടിവെള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ തമ്പാനൂരിൽ വെള്ളക്കെട്ട്. പിന്നെ എന്ത് സ്മാർട്ട് സിറ്റി എന്ന് ചോദിക്കുകയാണ് പ്രതിപക്ഷം. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് CPM വീണ്ടും വോട്ട് ചോദിക്കുക ജനങ്ങളുടെ അടുത്ത്? തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഇന്ന് കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന് കീഴിൽ വന്നിട്ടുള്ളതാണ്. അത് ഏത് വികസന പ്രവർത്തനം എടുത്തു നോക്കിയാലും ഇടതുപക്ഷത്തിന്റെ കയ്യൊപ്പ് കാര്യത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ കോൺഗ്രസും അല്ലെങ്കിൽ BJPയും ഉയർത്തുന്ന പ്രശ്നങ്ങളിലെല്ലാം സമയോചിതമായി ഇടപെടാനും അത് പരിഹരിക്കുന്നതിനുമുള്ള നല്ല നടപടികളാണ് നിലവിലെ ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോ മാലിന്യ പ്രശ്നം നിങ്ങൾക്കറിയാമല്ലോ. ഒരു ജോയി എന്ന് പറയുന്ന ഒരാള് ആമയിഴഞ്ചാൻ തോടിന്റെ റെയിൽവേയുടെ അവിടെ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എത്ര വേഗത്തിലാണ് അത്തരം പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്നുള്ളത് അറിയാം. പക്ഷെ റെയിൽവേയുടെ ഭാഗത്ത് ഇപ്പോഴും ഒരു പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാട് അവിടെ സ്വീകരിച്ചു വരികയാണ് ഇപ്പോഴും. അതിനെല്ലാം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സഹായവും അവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. എങ്കിലും പരമാവധി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും അതിനാവശ്യമായിട്ടുള്ള ഹരിതകർമ്മ സേനയടക്കം എല്ലാ സംവിധാനത്തോടും കൂടിയിട്ട് ഭരണ കക്ഷി ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി വരുന്നുണ്ട്. പിന്നെ വെള്ളക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് കോർപ്പറേഷൻ മാത്രം വിചാരിച്ചാൽ പോരാ. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അത് റെയിൽവേയുടെ അവിടെ വലിയ നിലയിൽ അത് കടന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കാത്തിടത്തോളം കാലം ഈ വെള്ളക്കെട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് കോർപ്പറേഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇറിഗേഷൻ തന്നെ നിരവധി പ്രാവശ്യം അക്കാര്യത്തിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ ശ്രീ വിജയ് കേൾക്കാമോ? ശ്രീ വിജോയ്, താങ്കളുടെ ടെലിഫോൺ ലൈനിൽ കട്ടായി എന്ന് തോന്നുന്നു. എന്നാലും ഞാൻ ഡാൻ കുര്യനിലേക്ക് ഒന്ന് പോകുന്നു. ഡാൻ, ഇപ്പോൾ ഈ വിജോയ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ കഴിയുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു CPM അല്ലെങ്കിൽ LDF അവിടെ. പക്ഷെ അപ്പോൾ ഈ BJPയുടെ പ്രതീക്ഷ എന്താണ് ഡാൻ? പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഒരു നേട്ടം 71 വാർഡുകളിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. BJPക്കായിരുന്നു ലീഡ്. അത് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്തരത്തിൽ മുതൽക്കൂട്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്? അതൊരു ആത്മവിശ്വാസം നൽകുന്നതിനപ്പുറത്തേക്ക് പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത വിഷയങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്ന വിഷയങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിനെ തമ്മിൽ ഒരു കാരണവശാലും നമുക്കങ്ങ് അത്ര കണ്ട് താതാത്മ്യപ്പെടുത്താനോ താരതമ്യം ചെയ്യാനോ കഴിയുകയില്ല. പക്ഷേ പ്രവർത്തകർക്കിടയിൽ അത് തീർത്തിരിക്കുന്ന ഒരു ആവേശം വളരെ വലുതാണ്. അത് തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരു അനുകൂല തരംഗമായി മാറും എന്നൊരു വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഘടകമായി ഇപ്പോൾ നിൽക്കുന്നത് ഈ സംഘടനാ തലത്തിൽ മറ്റ് പല ജില്ലകളിലും വലിയ തരത്തിലുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് BJPക്കുള്ളിൽ. അതായത് V മുരളീധരൻ, K സുരേന്ദ്രൻ നേതൃത്വം നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിന്ന് മാറി രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് ശേഷം നേതൃത്വത്തിനിടയിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ താഴെത്തട്ടിലേക്ക് ബാധിച്ചിരിക്കുന്ന സാഹചര്യം പല ജില്ലകളിലുമുണ്ട്. തിരുവനന്തപുരത്ത് പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിജോയ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിനിടയിലാണ് ഫോണിന് ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കുറേയേറെ കാര്യങ്ങളുണ്ട്, ഭരണ നേട്ടങ്ങൾ താങ്കൾ വിവരിക്കുന്നുണ്ടായിരുന്നു, കേട്ടു. അതിനപ്പുറത്തേക്ക് രാജ്യാന്തര പുരസ്കാരങ്ങൾ തേടിയെത്തി. പക്ഷേ അപ്പോഴും ചില അഴിമതി ആരോപണങ്ങൾ, ചില പിൻവാതിൽ നിയമനങ്ങളെന്നോ അല്ലെങ്കിൽ SST ഫണ്ട് തട്ടിപ്പ് എന്നൊക്കെ പറയുന്ന തരത്തിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷവും ഒപ്പം കോൺഗ്രസും ഒക്കെ. ഇതിനൊക്കെ എന്താണ് താങ്കൾ മറുപടി നൽകുക? അല്ല, ഇതില് ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഭരണസമിതി അവിടെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നോ മറ്റോ ഉണ്ടായിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് നേരിട്ട് പോലീസിൽ പോയി പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? കൃത്യമായി ഇപ്പോഴത്തെ മേയർ അക്കാര്യങ്ങൾ കണ്ടുപിടിച്ച സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ചില സാമ്പത്തികമായിട്ടുള്ള ചില തിരിമറിയും സംഭവങ്ങളും ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ നേരെ അവർ പോയത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ്. അങ്ങനെ കേസ് കൊടുത്താണ് കോൺഗ്രസിന്റെ മുൻ കൗൺസിലർ അടക്കം നിരവധിയായിട്ടുള്ള
പിന്നെ നേരത്തെ പ്രതിപക്ഷത്തിരുന്ന ആളുകൾ അടക്കം അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. SC/ST ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 19 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അത് വെറുതെ എടുത്തതല്ല. മേയർ നേരിട്ട് ഇടപെട്ട് പോലീസിൽ പരാതി കൊടുത്ത് അത് പിന്നീട് വിജിലൻസിലേക്ക് മാറ്റി ക്രൈംബ്രാഞ്ച് അടക്കമുള്ള പിന്നെ പോലീസ് ഫോഴ്സുകൾ അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അഴിമതിയുടെ കാര്യത്തിൽ ഒരു ലെവലേശം പോലും ഒരു സാധ്യത മനസ്സിലാക്കിയാൽ അതിൽ അപ്പോൾ ഇടപെട്ട് പ്രതികരിക്കുന്ന ഭരണസമിതിയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഭരണസമിതി എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമാണ്. അത് ഈ നാട്ടിലുള്ള ആളുകൾക്കും അറിയാം. ആരെക്കുറിച്ചും ആ ഒരു തരത്തിലുള്ള ഒരു മോശപ്പെട്ട കാര്യം വന്നിട്ടില്ല. റൈറ്റ്. ഈ ഭരണസമിതി അധികാരത്തിലെത്തുമ്പോൾ വലിയ അഭിനന്ദനമായിരുന്നു, പ്രത്യേകിച്ച് മേയർ, പ്രായം കുറഞ്ഞ മേയർ എന്നുള്ളതിലൊക്കെ വലിയ തോതിൽ ചർച്ചയായതാണ്. ഇപ്പോൾ ഏതാണ്ട് ഈ ഭരണ കാലാവധി അവസാനിക്കാറാകുമ്പോൾ CPM-ന്റെ നേതൃത്വത്തിന് എന്താണ്, തൃപ്തരാണ് പൂർണ്ണമായിട്ടും? തീർച്ചയായും. പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോകത്തിലെ തന്നെ മേയറായിരുന്നു ആര്യ രാജേന്ദ്രൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർക്ക് പിന്നെ നേരത്തെ ഭരണ പരിചയമില്ലായിരുന്നു. അത് ഇതിന് ശേഷം വന്നതിന് ശേഷമാണ് കിട്ടിയത്. പക്ഷേ അവർക്കുണ്ടായ പ്രത്യേകതയെന്ന് പറയുന്നത് അഴിമതി രഹിതമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു. ഓരോ കാര്യങ്ങളിലും പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആര്യ രാജേന്ദ്രന് സാധിച്ചു എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ ക്ലാരിറ്റിയാണ് ഏറ്റവും പ്രധാനം. 2 അഴിമതിക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ്. ഈ 2 കാര്യങ്ങളിലും അവർ ഏറ്റവും മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചു. അതിന് ഒരു അഭിനന്ദനം കിട്ടേണ്ടതാണ്. നിശ്ചയമായിട്ടും കോർപ്പറേഷനിലെ ജനങ്ങൾ ഈ കാര്യങ്ങൾ പരിശോധിക്കും അല്ലെങ്കിൽ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വളരെ നന്ദി ശ്രീ വി ജോയ്. പ്രതികരിച്ചെന്നാലും തിരുവനന്തപുരം നഗരസഭ പോര് അത് കടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കാനുള്ള ശ്രമത്തിലാണ്. അത് കോൺഗ്രസ് പരമാവധി നിലം മെച്ചപ്പെടുത്താനുള്ള ഒരുക്കം നടത്തുമ്പോൾ BJP ഏത് വിധേനയും ഭരണം പിടിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നു. ഭരണം നിലനിർത്താൻ CPM.